നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച്, ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. നവരാത്രി ആഘോഷങ്ങളിൽ നാട്. തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ബൊമ്മക്കുലു ഒരുക്കി ആഘോഷം. ശുചിത്വ ഭവനം സുന്ദര ഭവനം പദ്ധതിക്ക് അകലക്കുന്നം പഞ്ചായത്തിൽ തുടക്കം. ശുചിത്വമുള്ള തലമുറ ആരോഗ്യമുള്ള തലമുറയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മുദ്രാവാക്യം വിളികളോടെ എത്തിയ മാർച്ചിനെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന സമിതി അംഗം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, ശ്രീമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ, ശശിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകൃതമായി സ്വർണം പൊട്ടിക്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ്. വേറൊരു ഭാഗത്ത് മലപ്പുറം കേന്ദ്രമായി അൻവറിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കൊണ്ടും സ്വർണം പൊട്ടിക്കലുകാരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബിജെപി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ അധ്യക്ഷനായി. മധ്യമേഖല ഉപാധ്യക്ഷന്മാരായ ടി എൻ ഹരികുമാർ, വി എൻ മനോജ്, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു, കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയാസൂര്യൻ, ബിജെപി ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഭുവനേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ ബി രാധാകൃഷ്ണ മേനോൻ, എൻ കെ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയത്ത് തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബൊമ്മക്കുലു ഒരുക്കി. കോട്ടയം തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ബൊമ്മക്കുലു ശ്രദ്ധേയമായി. 9 തട്ടുകളിലായി ദേവീദേവന്മാരുടെയും മരപ്പാച്ചികളുടെയും ബൊമ്മകൾ ഒരുക്കി അലങ്കരിച്ചുകൊണ്ടാണ് ബൊമ്മക്കുലു ഒരുക്കുന്നത്. ദേവീദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങളാണ് ഓരോ പടികളിലും വെച്ചിരിക്കുന്നത്. ദേവിയുടെ വിവിധ ഭാഗങ്ങൾ, ദശാവതാരങ്ങൾ, സൂര്യമണ്ഡലം തുടങ്ങി ദേവീദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത രൂപങ്ങൾ ഇതിൽ വയ്ക്കും. രാവിലെ ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, കന്യാപൂജ, സുമംഗലി പൂജ എന്നിവയോടുകൂടിയാണ് നവരാത്രി ചടങ്ങുകൾ ആരംഭിച്ചത്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിന്റെ 9 രാത്രികളാണ് നവരാത്രികൾ കൊണ്ട് കണക്കാക്കുന്നത്. 10ാം ദിവസം നന്മയുടെ വിജയത്തോടെ പര്യവസാനിക്കുന്നു. ഒക്ടോബർ 13 ഞായറാഴ്ച വിജയദശമിയോടെയാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അകലക്കുന്നം പഞ്ചായത്തിൽ ശുചിത്വ ഭവനം സുന്ദര ഭവനം പദ്ധതി തുടങ്ങി. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വമുള്ള തലമുറ ആരോഗ്യമുള്ള തലമുറയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അകലകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ ഭവനം സുന്ദര ഭവനം പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വമുള്ള തലമുറ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ചില കുറവുകൾ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സാമൂഹിക ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റും പഞ്ചായത്തും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കേണ്ടി വന്നത്. എന്താണ് ശുചിത്വം? ശുചിത്വമില്ലാത്ത ആരും തന്നെ, ശുചിത്വം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകണമെന്നും കളക്ടർ ജോൺ വി സാമുവൽ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായി. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും കളക്ടർ നിർവഹിച്ചു. യോഗത്തിൽ അകലക്കുന്നം പഞ്ചായത്തിനെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ജായർകുളം, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജേക്കബ് തോമസ് താന്നിക്കൽ, ജാൻസി ബാബു, ശ്രീലത ജയൻ, രാജശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും നവരാത്രി ആഘോഷത്തിനും തുടക്കമായി.
ഇനി പൊൻകുന്നത്തിന് ഭക്തിയുടെ നാളുകൾ. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷവും ഭക്തിസാന്ദ്രമായി നടന്നുവരുന്നു. പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആചാര്യനായി നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൽ ആദ്യ ദിനം സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, പരീക്ഷ്യത്തിന്റെ ഉൽപ്പത്തി തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. വേണമെങ്കിൽ ഏകാഗ്രമായിട്ടിരുന്ന ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഭഗവാൻ തന്നെ തനിക്ക് ഉണ്ടാക്കി തന്ന ഭഗവാന്റെ അനുഗ്രഹമാണ് അമ്മ മരിച്ചത് എന്ന ഭാവത്തില് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു നാരദ മഹർഷി. എല്ലാത്തിൻ്റെയും നല്ല വശത്തെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഇത് ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യവും കൂടി അതാണ്. ജീവിതത്തിൽ പരാജയമായാലും ജയമായാലും എന്തൊക്കെ ദുഃഖം വന്നാലും അതൊക്കെ ഭഗവാൻ പ്രസാദമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ള ഭാവത്തോടു കൂടി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നുള്ള ആ ഒരു എന്ത് വന്നാലും അതൊക്കെ ഭഗവത് പ്രസാദമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നാണ് നാരദ മഹർഷിയുടെ പൂർവ്വജന്മ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ശ്രേഷ്ഠമായ വരാഹാവതാരമാണ് ആദ്യ ദിനം പാരായണം ചെയ്തതിലെ മുഖ്യഭാഗം. തിങ്കളാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ചൊവ്വാഴ്ച ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരവും നടക്കും. മേക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കളത്തിൽ പെരികമന ശങ്കരൻ നമ്പൂതിരി എന്നിവരും യജ്ഞത്തിൽ സഹാചാര്യന്മാരാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോടിമത ബോട്ട് ജെട്ടിയിൽ കൊടുവരാറ്റിൽ മുങ്ങിയ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉയർത്താനുള്ള ശ്രമം തുടരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ നന്മക്കൂട്ടം പ്രവർത്തകരാണ് ശ്രമദാനം നടത്തുന്നത്. കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ കൊടുവരാറ്റിൽ മുങ്ങിയ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ നന്മക്കൂട്ടം പ്രവർത്തകരാണ് ബോട്ട് ഉയർത്താൻ ശ്രമിക്കുന്നത്. 16 അംഗ സംഘമാണ് ശ്രമദാനം നടത്തുന്നത്. ബോട്ടിന്റെ മുൻഭാഗം അല്പം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിനുള്ളിൽ 3 തട്ടുകളാണുള്ളത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉള്ളിലുണ്ടെന്നും ഇത് വറ്റിച്ചു വരുന്നതായും നന്മക്കൂട്ടത്തിലെ അംഗമായ എബിൻ KS പറഞ്ഞു. ഞങ്ങൾ ഈരാറ്റോട് നന്മക്കൂട്ടത്തിൽ സന്നദ്ധ സംഘടനയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ടും വാട്ടർ റെസ്ക്യൂ ആണ്. അപ്പോൾ അങ്ങനെ വന്നത്തേക്ക് ഇവിടുന്ന് SP ഓഫീസ് നമ്മളെ വിളിച്ചതിൻ്റെ പേരിൽ നമ്മൾ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 9 മണിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിനുള്ളിൽ 3 ലെയറുണ്ട്, 3 ലെയർ ഹോളാണ്. അതിനകത്ത് ഒരു ഏകദേശം 2 ലക്ഷം ലിറ്ററോളം വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ലെയറിലെ വെള്ളം പറ്റിച്ചു, സെക്കൻഡ് പറ്റിച്ചു, തേർഡ് പറ്റിക്കുന്ന ഭാഗമായപ്പോഴത്തേക്ക് തന്നെ ഫ്രണ്ടിലൊരു മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇത്രയും വെള്ളം പുറത്തേക്ക് ഇറക്കുമ്പോൾ അത്രയും വെള്ളം ഇതിനകത്തോട്ട് നിന്ന് കയറുന്നുണ്ട്. അപ്പം ആ മാൻഹോൾ നമ്മൾ അടച്ചിട്ട് ഫുട്ബോൾ ഇറങ്ങിപ്പോകുന്ന രീതി മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഫുട്ബോൾ ഇറക്കിയിട്ടാണ് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മോട്ടർ കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ സാധനം അടച്ചു വെച്ച ഹോൾ കണ്ടോ, ആ ഹോളിൽ കൂടെ ഫുൾ ഫോഴ്സ് വെള്ളം ഇതിനകത്തേക്ക് ഇരുന്നതുകൊണ്ട് നമ്മൾ ഈ ഇത്ര നേരത്തെ തിങ്കളാഴ്ച പൊക്കി വെച്ചതാണ്. ആ സാധനം നേരെ താഴത്തേക്ക് ഇരുന്ന് പോയി. അപ്പോൾ സമയം താമസിച്ചു പോയി. മോട്ടർ കംപ്ലൈൻറ്റ് വേറെ ഈ ഒരു മോട്ടർ, ഈ ഒരു കപ്പാസിറ്റിയുള്ള മോട്ടർ നമ്മുടെ ഈ ഭാഗത്തോട്ട് കിട്ടാനില്ല. അത് കല്ലറ വൈക്കം ഭാഗത്തുനിന്നാണ് സാധനം വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 24-ാം തീയതിയാണ് കോടിമതിയിലെ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മുങ്ങിപ്പോയത്. തലേദിവസമുണ്ടായ ശക്തമായ കാറ്റിലാണ് ബോട്ട് മുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ 2 ദിവസമായി നടന്നുവന്ന കോട്ടയം ജില്ലാ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. അൽഫോൻസ അത്ലറ്റിക് അക്കാദമി മുൻനിരയിൽ. ജില്ലാ അത്ലറ്റിക് മീറ്റിൽ പാലാ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി 227.5 പോയിന്റുമായി മുന്നേറുന്നു. 106 പോയിന്റുമായി പൂഞ്ഞാർ SMVHS സ്കൂൾ 2ാം സ്ഥാനത്തും 48 പോയിന്റുമായി ചങ്ങനാശ്ശേരി SB കോളേജ് 3ാം സ്ഥാനത്തുമുണ്ട്. അതിവേഗ താരങ്ങളായി ചങ്ങനാശ്ശേരി SBയുടെ ബിലാൽ ഷരീഫും പാലാ അൽഫോൻസയുടെ എൽ മഹിതമോളും സീനിയർ വിഭാഗത്തിൽ 142 പോയിന്റുമായി അസംഷൻ കോളേജ് 1ാം സ്ഥാനത്തും 107 പോയിന്റുമായി അൽഫോൻസ അക്കാദമി 2ാം സ്ഥാനത്തും 98 പോയിന്റുമായി SB കോളേജ് ചങ്ങനാശ്ശേരി 3ാമതും നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കൂരാപ്പട പഞ്ചായത്തിൽ MCF ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാമ്പാടി ബ്ലോക്കിലെ കൂരോപ്പട പഞ്ചായത്തിൽ പുതുതായി പണികഴിപ്പിച്ച MCF ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീര, ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. വേസ്റ്റ് സംസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ 2014 ഒക്ടോബർ മാസം 2-ാം തീയതി സ്വച്ഛ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം, എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ഇതിനു വേണ്ടി കഠിനമായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഭരണാധികാരികളെല്ലാം ശ്രമം നടത്തിയിട്ടുണ്ട്.
പക്ഷെ ഇനിയും അടുത്ത തലമുറയും നമ്മുടെ തലമുറയും അടുത്ത തലമുറയും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം രാധാവി നായർ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി സുനിമോൾ, പാമ്പാടി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ എസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ KB തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം ഉദ്ഘാടന ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് അടുത്ത കാലത്താണ് BJPയുടെ പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ ഭരണകാലത്താണ് MCFന് തുക അനുവദിച്ചതും പണി പൂർത്തീകരിച്ചതും. എന്നാൽ മുഴുവൻ പണിയും പൂർത്തിയാക്കാതെ ഉദ്ഘാടനം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഇടതുപക്ഷം. മന്ത്രി ജോർജ് കുര്യനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് കോൺഗ്രസ് BJP ബന്ധം മറനീക്കി പുറത്തുവന്നതിന്റെ തെളിവാണെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 1 മാസമായി തകരാറിലായി കിടക്കുന്ന സ്കാനിംഗ് മെഷീൻ നന്നാക്കാൻ അധികൃതർ ശ്രമിക്കാത്തത് സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. സ്വകാര്യ ലാബുകളുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളേക്കാൾ കൂടുതൽ തുക ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ പോകുന്ന പാവപ്പെട്ട രോഗിക്ക് ചിലവാകുന്നു. ഇത് വലിയ കൊടിയ അഴിമതിയാണ്. ഇത് അവസാനിപ്പിക്കണം. അടിയന്തരമായി ഈ സ്കാനിംഗ് മെഷീനുകൾ പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മരുന്ന് വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒക്ടോബർ 2 മുതൽ 8 വരെ ഉപഭോക്തൃ സേവന വാരമായി KSEB ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി KSEB പാല ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഉപഭോക്തൃ സംഗമം നടന്നു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി പ്രദാനം ചെയ്യുക, ഉപഭോക്തൃക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ 2 മുതൽ 8 വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി KSEB പാല ഇലക്ട്രിക്കൽ ഡിവിഷൻ ഉപഭോക്തൃ സംഗമം നടത്തി. പാല കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പാല നിയോജക മണ്ഡലം MLA മാണി സി കാപ്പന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ രാജേഷ് വാളിപ്ലാക്കൽ, പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു V. തുരുത്തൻ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. ഈരാറ്റുപേട്ട സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ MA വിഷയാവതരണം നടത്തി. പാല ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി VS സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പരിപാടിയിൽ പങ്കെടുത്ത മത, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികൾ, ഹൈടെക്ഷൻ ഉപഭോക്താക്കളുടെ പ്രതിനിധികൾ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുകയും അവർ ഉന്നയിച്ച സംശയങ്ങൾക്കും പരാതികൾക്കും വൈദ്യുതി ബോർഡ് അധികാരികൾ മറുപടി നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച്, ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. നവരാത്രി ആഘോഷങ്ങളിൽ നാട്. തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ബൊമ്മക്കുലു ഒരുക്കി ആഘോഷം. ശുചിത്വ ഭവനം സുന്ദര ഭവനം പദ്ധതിക്ക് അകലക്കുന്നം പഞ്ചായത്തിൽ തുടക്കം. ശുചിത്വമുള്ള തലമുറ ആരോഗ്യമുള്ള തലമുറയെന്ന് ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.